ശബരിമല കാലം അവസാനിക്കുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രം. മകരവിളക്കിൽ 18 പടികളും കയറി ശബരിമല ശാസ്താവിനെ കാണുന്നതിന് വേണ്ടി ഭക്തനെത്തുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മാലയിട്ട് കഴിഞ്ഞ് കറുപ്പുടുത്താൽ ഒരു വ്യക്തി അയ്യപ്പസ്വാമിയുടെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. ഒരു സാധാരണ ഭക്തന് 18 പടികളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നറിയില്ല. വേദശാസ്ത്ര പുരാണങ്ങൾ വിവരിക്കുന്ന പരമസത്യത്തെയാണ് 18-ാം പടി സൂചിപ്പിക്കുന്നത്. ഇരുമുടി കെട്ടുമായി മാത്രമേ 18-ാം പടി കയറാൻ പാടുകയുള്ളൂ. ആദ്യ പടിയിൽ തേങ്ങയുടച്ച് വലതുകാൽ വെച്ച് അയ്യപ്പ മന്ത്രങ്ങളോടെയാണ് ഓരോരുത്തരും ആദ്യമായി 18 പടി ചവിട്ടുന്നത്. പൂങ്കാവനത്തിലെ 18 മലകളും ചവിട്ടി 18 പടികളും കയറി ഭഗവാനെ മുന്നിലെത്തുന്ന ഭക്തന് മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം. എന്തൊക്കെയാണ് ഭഗവാന്റെ 18 പടികൾ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശബരിമലയിലെ 18 പടികൾ പഞ്ചലോഹം, അതായത് സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ടിൻ എന്നിവയുടെ ഒരു പ്രത്യേക ഘടന കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. തീർത്ഥാടകർ 18-ാം പടിയിലെ ആദ്യ പടിയിൽ വലതുകാൽ വെച്ചാണ് മുകളിലേക്ക് കയറുന്നത്. ഈ 18 പടികളുടെ പ്രതീകാത്മകത എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 5 പടികൾ 5 മനുഷ്യ ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ. അടുത്ത 8 പടികൾ 8 അഷ്ടരാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത 3 പടികൾ 3 ഗുണങ്ങൾ അല്ലെങ്കിൽ ത്രിഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അവസാന 2 പടികൾ സൂചിപ്പിക്കുന്നത് വിദ്യയെയും അവിദ്യയെയുമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ. ആദ്യത്തെ 5 പടികൾ സൂചിപ്പിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളെയാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാവ്, തൊലി എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. മോക്ഷപ്രാപ്തിക്ക് മുൻപ് മനുഷ്യൻ നിർബന്ധമായും പിന്നിടേണ്ട 18 ഘടകങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 5 പടികൾ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു. അഷ്ടരാഗങ്ങൾ. ഭക്തൻ്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി 18 പടികൾ ചവിട്ടുമ്പോൾ അടുത്ത 8 പടികൾ സൂചിപ്പിക്കുന്നത് അഷ്ടരാഗങ്ങളെയാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, അസൂയ എന്നിവയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. 18 പടിയും ചവിട്ടി ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നവർക്ക് കാമക്രോധ ലോഭമോഹങ്ങളെ അടക്കി നിർത്തുന്നതിന് സാധിക്കും. 14 മുതൽ 16 വരെയുള്ള പടികൾ സൂചിപ്പിക്കുന്നത് ത്രിഗുണങ്ങളെയാണ്. സത്യഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ത്രിഗുണങ്ങളിൽ ഈ 3 ഗുണവും 3 പടികളെ സൂചിപ്പിക്കുകയും ജീവിതത്തിൽ ഉയർച്ചയിൽ എത്തുന്നതിനും മോക്ഷപ്രാപ്തിക്കും വേണ്ടി ഇവയെല്ലാം വേണ്ടതാണ് എന്നുമാണ് സൂചിപ്പിക്കുന്നത്. അവസാന 2 പടികൾ. അവസാനത്തെ 2 പടികൾ പ്രതിനിധീകരിക്കുന്നത് വിദ്യ അഥവാ അറിവ്, അവിദ്യ അഥവാ അജ്ഞത എന്നിവയാണ്. 18 എന്ന അക്കത്തിന് ഹിന്ദു വിശ്വാസപ്രകാരം വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണുള്ളത്. കുരുക്ഷേത്ര യുദ്ധം നീണ്ടുനിന്നത് 18 ദിവസങ്ങളാണ്. മനുഷ്യജീവിതത്തിൽ മോക്ഷം നേടുന്നതിന് വേണ്ടിയുള്ള വഴികളാണ് 18 പടികൾ എന്നതാണ് സത്യം. പടിപൂജ. 12 വർഷത്തിൽ ഒരിക്കലാണ് പടിപൂജ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ മാസപൂജയ്ക്ക് വേണ്ടി നട തുറക്കുമ്പോഴും തീർത്ഥാടന കാലത്തും നടത്തുന്നുണ്ട്. 30 നിലവിളക്കുകൾ, 18 നാളികേരങ്ങൾ, 18 കലശങ്ങൾ, 18 പുഷ്പഹാരങ്ങൾ എന്നിവയാണ് പടിപൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്.